അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ഓറിയന്റേഷൻ സെഷന്റെ ലാസ്റ്റ് സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇത്രയും ദിവസം ഒരു 7 സെഷൻസോളം കഴിഞ്ഞിട്ടാണ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് സെഷനായ 8ാമത്തെ സെഷനിലേക്ക് നമ്മുടെ ടൈം ടേബിൾ ലോഞ്ചിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഒഫീഷ്യലി നമ്മുടെ ക്ലാസ്സസ് ഫെബ്രുവരി 1 തൊട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പം നമ്മൾ ഇത്രയും ദിവസം വന്ന നമ്മുടെ സെഷൻസ്, നമ്മൾ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ ചെയ്തു. അതിൽ നമ്മൾക്ക് എല്ലാവരെയും നമ്മുടെ ബാച്ചിലുള്ള സ്റ്റുഡൻസിനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടാനും നമ്മുടെ മെന്റേഴ്സിനെ പരിചയപ്പെടാനും, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരു സെഷനായിട്ട് നമ്മൾ ഫസ്റ്റ് സെഷൻ പോയി. അതിനുശേഷം സെക്കൻഡ് സെഷനായിട്ട് നമ്മുടെ ഇഗ്നോയെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡ് സെഷൻ, വർക്ക് വിത്ത് ഇഗ്നോ എന്ന് പറഞ്ഞ സെക്കൻഡ് സെഷൻ ഉണ്ടായി. നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഇയറിൽ നമുക്ക് എത്ര സബ്ജക്ട്സ് പഠിക്കാനുണ്ട്, അതിൽ എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ, അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന രീതിയിൽ സിലബസ് ഡീകോഡിംഗ് സെഷൻ ചെയ്തു. അതിനുശേഷം നമ്മുടെ ലേൺ വൈസിന്റെ കോർ ടീമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സെഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് യൂസ്ഫുൾ ആക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെയാണ് നമുക്ക് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന എന്നുള്ള ആ ഒരു ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ഇംഗ്ലീഷിന്റെ സെഷൻ നടന്നു. അതിനുശേഷം നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ്, നമുക്കിപ്പോൾ ബികോം അല്ലെങ്കിൽ എംകോം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് ഇനി മുമ്പോട്ടുള്ള നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നമ്മുടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, നമ്മുടെ സ്കിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ് നമ്മൾ കേട്ടു. അതിനുശേഷം നമ്മുടെ ഹാപ്പിനെസ് സെഷന്, നമ്മുടെ മെന്റലി, നമ്മൾ ഫിസിക്കലി സ്ട്രോങ് ആയിട്ട് ഇരിക്കുന്ന പോലെ തന്നെ നമ്മൾ എന്താണ് മെന്റലിയും സ്ട്രോങ് ആയിട്ട് ഇരിക്കണം. നമ്മുടെ ക്ലാസ്സസ് ഒക്കെ നമുക്ക് പ്രോപ്പർ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും, നമുക്ക് എന്തെങ്കിലും മെന്റലി ഉള്ള ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്ന രീതിയിൽ ഒരു ഹാപ്പിനെസ് സെഷനും കഴിഞ്ഞു. ഇത്രയും സെഷൻസ് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ എന്താണ് ഇപ്പൊ ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ ലോഞ്ച് സെഷനിലേക്ക് മൂവ് ഓൺ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു സെഷനിൽ വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസിനെയും, എല്ലാ ലേണേഴ്സിനെയും ഇന്നത്തെ ഒരു സെഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു, എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ എന്നോടൊപ്പം ഇന്ന് നമ്മുടെ ലേൺ വൈസിലെ തന്നെ കോഴ്സ് കോർഡിനേറ്റർ ആയ അശോക് സാറ്, അതുപോലെ തന്നെ അക്കാഡമിക് കൗൺസിലറായ സാബിക് സാറ്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ നമ്മുടെ അഡ്മിഷൻ ഹെഡായ സാദിയ മാം, അതുപോലെ തന്നെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ വാണി മാം, അതുപോലെ ആതിര മാം, അതുപോലെ വൈഷ്ണവി മാം, എല്ലാവരും നമ്മളോടൊപ്പം ഇന്നുണ്ട്. അപ്പം എല്ലാവരെയും നമ്മൾ ഈ ഒരു മീറ്റിംഗിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ലേൺ വൈസിന്റെ CEO ആയ മുഹമ്മദ് സാറ്, അതുപോലെ നൗഫൽ സാറ്, അതുപോലെ റസൽ സാറ്, ഇവരെല്ലാവരെയും ഒരു ബിഗ് താങ്ക് യു പറയുന്നു. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലേൺ വൈസ് ഫാമിലിയിൽ നമ്മളെ എല്ലാവരെയും മെമ്പേഴ്സ് ആക്കി നമ്മളെല്ലാവർക്കും ഒന്നിച്ചൊരു ഒരു മോട്ടിവേഷൻ തന്ന് നമ്മളെല്ലാവരെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മെന്റർഷിപ്പ് ഹെഡ് ആയിട്ടുള്ള ലിൻസി മാമിനും, അതുപോലെ നമ്മുടെ എല്ലാ മെന്റേഴ്സിനും, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ മെന്റേഴ്സിനും സ്പെഷ്യൽ താങ്ക്സ് പറയുന്നു. അപ്പോൾ നമുക്ക് ഒരു ഫസ്റ്റ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മളെ ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ ആയിട്ടുള്ള സാബിക് സാർ ഉണ്ട്. സാബിക് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു നിങ്ങളോട് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓവർ ടു യു സാർ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരെയും വെൽക്കം ടു ലേൺ വൈസ് ഫാമിലി. ഇനീഷ്യലി ഇപ്പം നമ്മൾ ലാസ്റ്റ് സെഷനിലാണുള്ളത്, സ്വിച്ച് ഇറ്റ് ഓൺ. സോ ഈ ഒരു സെഷൻ മുതൽ നമ്മൾ അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാണ് എംകോം കോഴ്സസിലേക്കും ക്ലാസ്സസിലേക്കും. എല്ലാ പ്രാവശ്യവും പറയുന്നത് പോലെ നമ്മൾ ഇപ്പോൾ ഇടുന്ന എഫേർട്ടും കൺസിസ്റ്റൻസിയും ത്രൂ ഔട്ട് ഈ ഒരു 2 വർഷം നമ്മളത് ആ എഫേർട്ട് കൊണ്ടുപോവുക, എങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ളത് കിട്ടുള്ളൂ. എല്ലാ ബാച്ചിലും നമ്മൾ റിമൈൻഡ് ചെയ്യുന്നത് പോലെ 3 കാര്യങ്ങൾ നമ്മൾ തോട്ട്ഫുൾ ആവുക. ബേസിക്കലി നമ്മൾ ലേൺ വൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു മിഷൻ എന്ന് വെച്ചത് പല റീസൺ കൊണ്ട്, സോ മച്ച് റീസൺസ് കൊണ്ട് ഡിഗ്രി അല്ലെങ്കിൽ PG എടുക്കാൻ പറ്റാതെ പോകുന്ന ആളുകൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാം. അപ്പം അവർക്ക് വേണ്ട കോഴ്സ് ബേസ് കണ്ടന്റ് സപ്പോർട്ടുകൾ കൊടുക്കുക എന്നതിനുപരിയായിട്ട് ഓവറോൾ ആയിട്ടുള്ള സപ്പോർട്ടും ഓറിയന്റേഷൻസും കൊടുക്കുക എന്ന് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നിങ്ങളിപ്പോൾ വിത്ത് മെന്റർ പാക്കേജ് എടുത്തതും മെന്റർഷിപ്പ് വരുന്ന യൂസിലേക്ക് നമ്മൾ സ്വിച്ച് ഓൺ ആയത്. സോ ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വി ആർ നൗ ഇൻ എ റൈറ്റ് ട്രാക്ക്.
അപ്പോൾ ഇവിടെ വരുന്ന മെന്റർഷിപ്പ് ടീംസ് ആയാലും അഡ്മിഷൻ ടീംസ് ആയാലും കോഡ് ടീം ആയാലും അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്ക് സപ്പോർട്ടോ കാര്യങ്ങളൊക്കെ ജസ്റ്റ് എ DM away ആണ്. പ്ലീസ് ഡോണ്ട് വെരി ഫോർ എനിത്തിങ്, ജസ്റ്റ് ടെക്സ്റ്റ് ചെയ്യാം. അവർ ഓപ്പൺനെസ് കീപ്പ് ചെയ്യാം. അപ്പോൾ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിലാണല്ലോ നമ്മൾ ചോദിക്കാനോ ഒന്ന് അങ്ങനത്തെ സംഭവം ഇല്ലാതെ തന്നെ ഡയറക്റ്റ് വേ നമ്മളെല്ലാവരും ഒരു DM away ആണ്. അത് ഒന്ന് റിമൈൻഡ് ചെയ്ത് വെക്കുക. രണ്ടാമതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളിടുന്ന എഫേർട്ട് തന്നെയാണ് ലാസ്റ്റ് വരെ കീപ്പ് ഓൺ ചെയ്യുക. ആ ഒരു പെർസിസ്റ്റൻസി കീപ്പ് ഓൺ ചെയ്താൽ മാത്രമേ നമുക്കത് 100 എന്ന ലെവലിൽ തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ലാസ്റ്റ് സെമ്മിൽ നമ്മൾ കണ്ടിരിക്കുന്നത് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു എഫേർട്സ് ഉണ്ടാവും, പിന്നീട് അത് പല റീസൺസ് കൊണ്ട് സ്റ്റോപ്പ് ആവുന്ന ഒരു സിനാരിയോസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോവാതിരിക്കുക. മാക്സിമം 2 years കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിൽ തന്നെ വേണ്ട എല്ലാ സപ്പോർട്ടും മെന്റർഷിപ്പ് ടീംസ് കോർ ടീമിൽ നിന്ന് ഉണ്ടാവും. ആൻഡ് ആസ് ഐ മെൻഷൻഡ് ഏർലിയർ, നൗ വി ആർ ഇൻ എ ലേൺവൈസ് കമ്മ്യൂണിറ്റി. നമുക്ക് തന്നെയായിട്ട് വരുന്നതാണ് ഇംഗ്ലീഷ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാംസ്, അതേപോലെ തന്നെ ഹാപ്പിനെസ് അംബാസിഡർ ഇനീഷ്യേറ്റീവ്സ്. ഈ ഇനീഷ്യേറ്റീവ്സ് തന്നെയാണ് നമ്മളെ ലേൺവൈസിനെ ബാക്കിയുള്ളതിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ഏതെങ്കിലും ഒരു ഡിഗ്രിയോ PGയോ ക്ലാസ് എന്നതിനുപരിയായിട്ട് എക്സ്ട്രാ വരുന്ന ഇനീഷ്യേറ്റീവ്സും പ്രോഗ്രാംസും അതേപോലെ തന്നെ കരിയർ ആയിട്ട് വരുന്ന സെഷൻസും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. സോ ദാറ്റ് we can have our own identity in a practical wise way that can be proceeded. So anyhow, I heard you welcome each and everyone to Learnwise family and നമുക്ക് proceed ആയിട്ട് തന്നെ move on ചെയ്യാം. Anyway, thank you so much, ma'am. ഓക്കെ, താങ്ക് യു സാബിക് സാർ. സാറ് പറഞ്ഞ പോലെ നമ്മൾ തുടക്കത്തിലുള്ള ഇനീഷ്യലി ഉള്ള ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കിനുള്ള ആവേശം ഒട്ടും കുറയ്ക്കാതെ നമ്മൾ ടു ദ എൻഡ് വരെ നമ്മുടെ ആ ഒരു സ്റ്റഡീസും അതുപോലെ തന്നെ നമ്മുടെ ആവേശവും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അപ്പോൾ വൺസ് അഗെയിൻ താങ്ക് യു സാർ. ഇനിയും നമ്മളുടെ കൂടെ നമ്മുടെ അഡ്മിഷൻ ഹെഡ് ആയിട്ടുള്ള സാദിയ മാം ഉണ്ട്. സാദിയ മാം, ഓവർ ടു യു. എന്റെ പേര് സാദിയ, ലേൺവൈസിലെ അഡ്മിഷൻ ടീം ഹെഡ് ആണ്. സോ എന്റെ ടീമിൽ ഡിഫറെന്റ് മെമ്പേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഓൺ ബിഹാഫ് ഓഫ് മൈ എൻറ്റയർ ടീം, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾ എല്ലാവരും വെൽക്കം ചെയ്യാണ് ടു ദ ലേൺവൈസ് ഫാമിലി. സോ വെരി വോം വെൽക്കം ടു ഓൾ ഓഫ് യു. സോ നമ്മൾ ഈ ജേർണിയിൽ സ്ഥാപിക പറഞ്ഞതുപോലെ നമുക്ക് മേ ബി ഒരുപാട് ചലഞ്ചസ് ഒക്കെ വന്നേക്കാം. സോ അതൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ ഈ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ. ഞാനും ഒരു ഡിസ്റ്റൻസ് ലേണർ ആയിരുന്നു ആൻഡ് ഐ ഹാഡ് ഫേസ്ഡ് ലൈക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ രീതിയിൽ സപ്പോർട്ടും ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ലൈക്ക് ഐ എം റിയലി ഗ്ലാഡ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അക്കാഡമിക്സിന്റെ കൂടെ തന്നെ വേറെ അഡീഷണൽ ആയിട്ടുള്ള ലൈക്ക് ഇംഗ്ലീഷ് എൻഹാൻസ് പ്രോഗ്രാം കിട്ടുന്നുണ്ട്, പിന്നെ അതുപോലെ ഹാപ്പിനെസ് അംബാസിഡർ പ്രോഗ്രാം കിട്ടുന്നുണ്ട്. സോ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ദാറ്റ് വുഡ് ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യുവർ ലൈക്ക് സ്കിൽ ബിൽഡിംഗ്, ഓൾസോ ഫോർ യുവർ ലൈക്ക് മെന്റൽ പീസ് ഓർ ലൈക്ക് ഫോർ മോട്ടിവേഷൻ. സോ അതൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ഈ കോഴ്സ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മുടെ ടീം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ മെന്റർഷിപ്പ് ടീം ആയാലും അഡ്മിഷൻ ടീം ആയാലും പിന്നെ നമ്മൾ കോർ ടീം മെമ്പേഴ്സ് ആയാലും അവരെല്ലാം ലൈക്ക് എവർ റെഡി ടു ഹെൽപ്പ് ആണ്. സോ on that note, I am concluding my words. So all the best everyone, and Sabik പറഞ്ഞതുപോലെ keep the vibe alive till the end. Thank you. ഓക്കെ, താങ്ക് യു സാദിയ മാം. നമ്മളിപ്പം ഇന്നത്തെ ഒരു സെഷൻ മെയിൻ ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, നമ്മുടെ ടൈം ടേബിൾ ലോഞ്ച്. നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ അത് പഠിച്ചോളൂ ഇത് പഠിച്ചോളൂ എന്ന് പറയുന്നത് പോലെയല്ല. നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്കൊരു ടൈം ടേബിൾ ഉണ്ട്. അതിൽ നമ്മൾ ഓരോ ദിവസം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളതെല്ലാം നമ്മുടെ ആ ടൈം ടേബിളിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അപ്പം ആ ഒരു ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി അങ്ങോട്ടുള്ള നമ്മുടെ February 1st തൊട്ടിട്ടുള്ള നമ്മുടെ ക്ലാസ്സസ് ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത്. സോ നമുക്ക് ടൈം ടേബിൾ ലോഞ്ചിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ടൈം ടേബിളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അശോക് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മുടെ കോഴ്സ് കോർഡിനേറ്റർ ആണ്, ലേൺവൈസിന്റെ കോഴ്സ് കോർഡിനേറ്റർ ആയിട്ടുള്ള അശോക് സാറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. സാർ, ഓവർ ടു യു. ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ സാന്ദ്ര മാം പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ സെഷന്റെ
നിങ്ങളുടെ ഓറിയന്റേഷൻ സെഷന്റെ ഫൈനൽ ഇതിലാണ് നിൽക്കുന്നത് അല്ലേ? നമ്മൾ സ്വിച്ച് ഇറ്റ് ഓൺ എന്ന് പറഞ്ഞ ഫൈനൽ സെഷനിലാണ് നിൽക്കുന്നത്. വിസിബിൾ ആണല്ലോ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? അതെ സർ, വിസിബിൾ ആണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മുടെ എംകോമിന് നിങ്ങൾക്ക് സെമസ്റ്റർ വൈസ് ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. നിങ്ങൾക്ക് 4 സെമസ്റ്റർ ആണ് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് 4 പേപ്പറാണ് മെയിൻലി പഠിക്കാനുണ്ടാവുക. അത് സിലബസ് ഡീകോഡിംഗ് സമയത്ത് ഓൾറെഡി മെന്റേഴ്സ് നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ വരുന്നതാണ് ബിസിനസ് എൻവയോൺമെന്റ്, മാനേജറൽ എക്കണോമിക്സ്, അക്കൗണ്ടിംഗ് ഫോർ മാനേജറൽ ഡിസിഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ തിയറി ആൻഡ് ബിഹേവിയർ. ഈ 4 പേപ്പറാണ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കാനുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കുന്നത്. നിങ്ങൾ നമ്മളുടെ എംകോമിന്റെ സ്റ്റോർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് ഇയർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ കാണാം. അതിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ കുറെ കോഴ്സസ് ഉണ്ടായിരിക്കാം, കുറെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അതിൽ എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് പഠിക്കേണ്ടത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ? നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേൺ വൈസ് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ടൈം ടേബിൾ തരുവാണ്. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1-ാം തീയതി നിങ്ങൾക്ക് ഓൾറെഡി മെൻഷൻ ചെയ്ത പോലെ 1-ാം തീയതിയാണ് നമ്മളുടെ കോഴ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്ന് നിങ്ങൾക്ക് 2 സബ്ജക്റ്റുകൾ 2 ലെസൺസ് ആണ് കാണാം. ഒന്ന് ഇൻട്രൊഡക്ഷൻ, ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബിസിനസ് എൻവയോൺമെന്റ് ഫോൾഡർ എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറിൽ അതിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞ സംഭവം കാണാം. ആ ഒരു വീഡിയോയും ഇതിന്റെ ലെസൺ 1 എന്ന് പറഞ്ഞ വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് ദിവസം കാണേണ്ടത്. ഈ ഫസ്റ്റ് ദിവസം ഈ വീഡിയോ കാണുക പറഞ്ഞ ജസ്റ്റ് ഈ വീഡിയോ കണ്ടുപോകാന്നല്ല നമ്മൾ മീൻ ചെയ്യുന്നത്. ആ വീഡിയോന്റെ കൂടെ വരുന്ന SLM നിങ്ങളൊന്ന് വായിച്ചു പോവുക. അതല്ല ഇനി അതിനേക്കാളും കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടായിരിക്കും, അത് വായിക്കുക. എക്സാം വീഡിയോ നോക്കി പോവുക. അതുപോലെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ചെയ്യുക. ഇതൊക്കെ ലേൺ വൈസ് മാത്രം തരുന്ന ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ആ ഫീച്ചർ നോക്കി നിങ്ങൾക്ക് SLM കാരണം കുറേ ബൾക്കി കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാം നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കില്ല. അപ്പൊ അതെന്ത് ചെയ്യുക, അതിന്റെ വാല്യൂ ആഡഡ് നോട്ട്സും എക്സാം വീഡിയോ ഒക്കെ നോക്കി നിങ്ങൾ അതിന്റെ ഒരു സമ്മറി ഓർത്ത് വയ്ക്കുക. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ലെസൺ 1, 2, 3, 4 2-ാം തീയതി നിങ്ങൾ ലെസൺ 2, ലെസൺ 3 കാണും. 3-ാം തീയതി നിങ്ങൾ ലെസൺ 4 കാണും. അതിനുശേഷം 5-ാം തീയതി നിങ്ങൾക്ക്, അല്ലെങ്കിൽ 3-ാം തീയതി 5-ാം തീയതി ആയിട്ട് നിങ്ങൾക്ക് ഒരു റിവിഷൻ ടൈം കൊടുക്കുന്നുണ്ട് അല്ലേ? റിവിഷൻ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഈ ബിസിനസ് എൻവയോൺമെന്റ് ബ്ലോക്ക് 1 കണ്ട സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യപ്പെടാത്ത എന്തെങ്കിലും ഡൗട്ട്, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, അങ്ങനത്തെ വല്ല ഡൗട്ടും കാര്യങ്ങളും വാല്യൂ ആഡഡ് നോട്ട് വായിച്ചപ്പോൾ ഇന്നത് മനസ്സിലായില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ആൻഡ് ഈ ഒരു റിവിഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഇത് ഫാക്കൽറ്റി ഓർ മെന്റർ നമ്മളെ സൂം മീറ്റിംഗ് വഴി നിങ്ങൾക്ക് ഒരു ലൈവ് മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. ആ മീറ്റിംഗിൽ ഒരു ഈവനിങ് 7 മുതൽ 9:30 വരെ ഏതെങ്കിലും 1 മണിക്കൂർ 1.25 മണിക്കൂറായിരിക്കും ഒരു മീറ്റിംഗിന്റെ ഡ്യൂറേഷൻ ഉണ്ടാവുക. ആ ഡ്യൂറേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഫാക്കൽറ്റിനായിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് മെന്ററിനോട് ചോദിക്കാം, കുറച്ചും കൂടി കൺവീനിയന്റ് ആയിട്ട് ഫാക്കൽറ്റിനോട് ചോദിച്ചാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാം. ഇനിയിപ്പോൾ എല്ലാ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കിന്റെ ഒരു സമ്മറി ഞാൻ യൂസ് ചെയ്യാൻ എക്സാക്ട് ആയിട്ട് അതന്നെ വീണ്ടും നമ്മൾ മെന്റർ ആണെങ്കിലും ഫാക്കൽറ്റി വീണ്ടും ഈ ലെസൺസ് ഇങ്ങനെ പറഞ്ഞു പോവല്ല ചെയ്യാം. ഒരു സമ്മറി നിങ്ങൾക്ക് സമ്മപ്പ് ചെയ്ത് നിങ്ങൾക്ക് അതാ എക്സാം ടൈമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ആ ഒരു നിങ്ങൾ 4 ലെസൺസ് കണ്ട ആ ഒരു സംഭവം ഒരു സമ്മറി പോലെ ഇന്ന കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്, ഇന്നതൊക്കെ നോക്കണം പറഞ്ഞിട്ട് നിങ്ങൾക്ക് പറയും. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ലെസൺ 5 മുതൽ വീണ്ടും ആ സെഷൻ 6, 7, 8 കഴിഞ്ഞാൽ ബ്ലോക്ക് 2 കംപ്ലീറ്റ് ചെയ്യും. വീണ്ടും റിവിഷൻ സെഷൻസ് ഉണ്ടാവും. ബ്ലോക്ക് 3 അങ്ങനെ എല്ലാ ബ്ലോക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിവിഷൻ സെഷൻസ് ഉണ്ടാവും. ബൈ ദ എൻഡ് ഓഫ് ഫെബ്രുവരി നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞ പേപ്പറിന് 5 ബ്ലോക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അഗെയിൻ ഫെബ്രുവരി 24 നമ്മൾ അടുത്ത പേപ്പറായ മാനേജറൽ എക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യും. ഇതും സെയിം പോലെയാണ്. നമുക്ക് അതിന്റെ ലെസൺസും കാര്യങ്ങളൊക്കെ ഓരോ ബ്ലോക്ക് കഴിയുമ്പോൾ റിവിഷൻ സെഷൻസ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുക. അത് മാർച്ചിൽ നമ്മൾ അക്കൗണ്ടിംഗ് ഫോർ മാനേജറൽ ഡിസിഷൻസ് തുടങ്ങി അതിന്റെ ഫസ്റ്റ് ബ്ലോക്ക് കഴിയുമ്പോഴും ലൈവ് സെഷൻസ് ഉണ്ടാവും. ഓരോ ബ്ലോക്ക് കഴിയുമ്പോഴും നിങ്ങൾക്ക് ലൈവ് സെഷൻസിന് വേണ്ടി നമ്മൾ ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ ലൈവ് സെഷൻസിന് വേണ്ടി ടൈം അലോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പോൾ 10 മണിക്ക് 7:30 നമ്മൾ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് രാവിലെ 10 മണിക്ക് ഇരുന്നിട്ട് ഇപ്പോൾ ഈ ബിസിനസ് എൻവയോൺമെന്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ കാണാൻ പറ്റിക്കൊള്ളുന്നില്ല. അല്ലെങ്കിൽ 7:30 നമ്മൾ തിരക്കാണ്, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ അറ്റ്ലീസ്റ്റ് ഈ സമയത്ത് തന്നെ കാണാൻ പറ്റുവാണെങ്കിൽ നമ്മളെ ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇത് പഠിക്കാൻ വേണ്ടി വീട്ടിലിരുന്ന് പഠിക്കുന്നവരാണെങ്കിൽ ഈ സമയം തന്നെ യൂസ് ചെയ്യുക. അതല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ വൈകും രാത്രിയോ അല്ലെങ്കിൽ പകലോ എപ്പോഴാണോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആ സമയത്ത് 2 വീഡിയോസ് കണ്ടു നോക്കുക ആ ദിവസത്തെ. ഇനി അതുമല്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളും, അങ്ങനെ പറ്റാത്തതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളിപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് മോഡിലെ കോഴ്സ് എടുത്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സൺഡേ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് കാണാം, സാറ്റർഡേ കഴിഞ്ഞാൽ പിന്നെ മൺഡേ ഉള്ളൂ. ആ സൺഡേ നിങ്ങൾക്ക് മിസ്സായി പോയ ലെസൺസ് കാണാം. അല്ലെങ്കിൽ റിവിഷൻ സമയത്ത് ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ ലെസൺസ് അന്ന് വേറെ ലെസൺസ് ഒന്നും ഉണ്ടാവില്ല, ആ ലെസൺസ് എന്ത് ചെയ്യുക നിങ്ങൾക്ക് കണ്ട് നമ്മളുടെ ഈ ഒരു ടൈം ടേബിളിന്റെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റണം. അങ്ങനെ അക്കൗണ്ടിംഗ് ഫോർ മാനേജറൽ ഡിസിഷൻസ് കഴിഞ്ഞ് നമ്മളൊരു April 16th ഒക്കെ ആകുമ്പോൾ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ബിഹേവിയർ കഴിയും. ആൻഡ് നമ്മളിത് അവസാന നിമിഷം നമ്മൾ സ്കൂളിലും കോളേജിലും അവസാന നിമിഷം എല്ലാം കൂടി അങ്ങ് പഠിപ്പിച്ച് തീർക്കുന്ന പരിപാടിയല്ല. നമ്മളൊരു നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കാണാം ഒരു
മെയ് 8 ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ ആ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആവണം. അതിനുശേഷം നമുക്ക് എന്തുണ്ട്, നമുക്ക് സ്റ്റഡി ലീവ്, റിവിഷൻ സെഷൻസോ അല്ലെങ്കിൽ ലൈവ് സെഷൻസിന്റെ സ്റ്റഡി ലീവും കാര്യങ്ങളും ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ എക്സാം ഓറിയന്റഡ് റിവിഷൻ സെഷൻസ് ഉണ്ടാവും. എന്ന് വെച്ചാൽ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ആ ഒരു സബ്ജക്ട് ഇമ്പോർട്ടന്റ് ആയി നോക്കണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനാലിസിസും കാര്യങ്ങളും ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ബേസിൽ നിങ്ങൾക്ക് വീഡിയോസ് വരും, അതിന്റെ ക്ലാസ്സസ് വരും. അങ്ങനെ ഒരു 25th മെയ് വരെ നിങ്ങൾക്ക് മാക്സിമം അല്ല ഏറ്റവും ഇതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജൂൺ 1 എക്സാം ഉണ്ട്, അതിന് മുന്നേ തുടങ്ങില്ല. ചിലപ്പോൾ ജൂൺ മിഡ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ബാച്ചിന് പേര്. ജൂൺ 1 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു മാസം നിങ്ങൾക്ക് എല്ലാ കോഴ്സും കാര്യങ്ങളും കഴിഞ്ഞ് എല്ലാ റിവിഷൻ സെഷൻസും റിവിഷൻ സെഷൻസ് നോർമൽ റിവിഷൻ സെഷൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ എക്സാം സ്പെഷ്യൽ സെഷൻസ് അല്ലെങ്കിൽ PYQ അനാലിസിസിന്റെ സെഷൻസും കാര്യങ്ങളും അങ്ങനത്തെ മാത്രമായിരിക്കും നമ്മളുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളൊരു സിസ്റ്റമാറ്റിക് മാനറിലാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ അവിടെ കുറെ പഠിച്ചു ഇവിടെ കുറെ പഠിച്ചു അങ്ങനെയല്ല. നമ്മൾ എല്ലാവരും ഒരേ ടൈം ടേബിൾ ബേസ്ഡ് പഠിക്കുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ റിവിഷൻ സെഷൻസ് അങ്ങനെ പോസിബിൾ ആവാം. നിങ്ങൾക്ക് ആ ഒരു റിവിഷൻ സെഷൻസിന് വേണ്ടിയിട്ടാണ് എക്സാക്ട്ലി ടൈം ടേബിൾ നമ്മൾ പ്രൊവൈഡ്. ഈ ഒരു സമയത്ത് നമ്മൾ ആദ്യം മാനേജ്മെന്റ് എക്കണോമിക്സ് നിങ്ങൾക്ക് പഠിക്കണം തോന്നി നിങ്ങൾ പഠിച്ചോ, പക്ഷേ റിവിഷൻ സെഷൻസ് എപ്പോഴും എന്തായിരിക്കും നമ്മുടെ ഈ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലേൺ വൈസിന്റെ നമ്മൾ ഈ തരുന്ന ഈ ടൈം ടേബിൾ വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോവുക. കൃത്യമായിട്ട് ഈ ഒരു സെമസ്റ്റർ ഈ ഒരു 4 പേപ്പറും നല്ല മാർക്കോട് കൂടി എഴുതി പാസ്സാവാൻ വേണ്ടി നമ്മൾ പറയുന്ന നിങ്ങളെ മെന്റേഴ്സ് പറയുന്ന പോലെ എല്ലാം ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. എല്ലാം നല്ലപോലെ ചെയ്ത് സെമസ്റ്റർ 1, 2, 3, 4 കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോട് കൂടി ആയിരിക്കും ഈ MCOM PG കോഴ്സിന് വേണ്ടി ചേർന്നത്. ആ ലക്ഷ്യം നിങ്ങൾക്ക് കൈവരിക്കാൻ ലേൺ വൈസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നമ്മൾ തരുന്ന ടൈം ടേബിളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നിങ്ങളുടെ ലേൺ വൈസ് ജേർണി അല്ലെങ്കിൽ ഈ ഒരു PG ജേർണി ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ്. താങ്ക് യു അശോക് സർ. അപ്പം നമ്മുടെ ടൈം ടേബിൾ ഇനിയിപ്പോൾ നമ്മൾ February 1 തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ടൈം ടേബിളിന്റെ ബേസിലായിരിക്കും. ടൈം ടേബിൾ നമ്മുടെ കൺസേൺ മെന്റർ ആരാണോ മെന്റർ നമുക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇത്രയും സെഷൻസ് കഴിഞ്ഞു. നമ്മൾ സെഷൻ 1 തൊട്ട് നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ സെഷൻ തൊട്ടിട്ട് ഇപ്പൊ നമ്മുടെ സ്വിച്ച് ഇറ്റ് ഓൺ സെഷനിൽ നമ്മുടെ ടൈം ടേബിൾ വരെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ആ ഒരു സെഷൻ വരെ നമ്മൾ എത്തി നിൽക്കണം. അപ്പം ഇത്രയും ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 മന്ത് ജേർണിയിൽ നിങ്ങൾക്ക് എന്താണ് ലേൺ വൈസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ലെങ്കിൽ ലേൺ വൈസിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽസിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്റ്റഡീസ് നിങ്ങൾക്ക് നല്ല രീതിക്ക് കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ മുമ്പോട്ട് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ആ ഒരു ഇത് വന്നിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മള് പേര് വിളിക്കുന്നില്ല, താല്പര്യമുള്ള ആരെങ്കിലും നമ്മളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പൊ നമ്മൾ മുമ്പോട്ട് ഓരോ സെഷൻസ് കഴിയുന്നത് എന്ന് പറഞ്ഞാല് നിങ്ങളെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്ത് നിങ്ങളുടെ അക്കാഡമിക് കാര്യങ്ങൾ മാത്രമല്ല അതിലുപരിയായിട്ട് നമ്മളെ കുറച്ചുകൂടെ ബൂസ്റ്റപ്പ് ചെയ്ത് നമ്മൾ പിന്നോട്ട് നിൽക്കുന്ന മേഖലയിൽ നിന്നൊക്കെ നമ്മൾ മുന്നോട്ട് വരണമല്ലോ. അപ്പം അതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോ സെഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം മാക്സിമം നമ്മൾ പേര് വിളിക്കുന്നില്ല, പേര് വിളിക്കാതെ തന്നെ നിങ്ങളുടെ ആ ഒരു സ്റ്റാർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് ഷെയർ ചെയ്യാം. ഇത് ലാസ്റ്റ് സെഷൻ ആണ് കേട്ടോ, നിങ്ങളുടെ ഓറിയന്റേഷന്റെ ലാസ്റ്റ് സെഷൻ ആണ്. ടൈം ടേബിൾ ഒക്കെ കണ്ട് പേടിച്ചിരിക്കുകയായിരിക്കും. നിങ്ങൾക്ക് പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ആസ് എ PG സ്റ്റുഡന്റ് എന്നുള്ള രീതി മാത്രമല്ല, ആകെ 4 സബ്ജക്റ്റ് നിങ്ങൾക്ക് വരുന്നുള്ളൂ. നിങ്ങളൊന്ന് നോക്കുക എന്തുമാത്രം ടൈം നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്ന് നോക്കുക. 4 സബ്ജക്റ്റേ ഉള്ളൂ. അതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ പ്രോബ്ലം ആയിട്ട് ബേസ് ചെയ്തിട്ട് ഒറ്റ ഉള്ളൂ, മാനേജേഴ്സ്, അക്കൗണ്ടിങ് ഫോർ മാനേജേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു പേപ്പർ മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം എൻറ്റയർലി തിയറി പേപ്പേഴ്സ് ആണ് വരുന്നത്. വളരെ കുറച്ച് സ്റ്റുഡൻസേ ഉള്ളൂ. നിങ്ങൾ സ്വയം വന്നിട്ട് ജസ്റ്റ് ഒന്ന് പറയുക എങ്ങനെയുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളുടെ കൂടെ ഒരു 2 വീക്കായിട്ട് നിങ്ങൾ ഉണ്ടല്ലോ. നിങ്ങളുടെ ആ ഒരു ജേർണി, ഞങ്ങൾ തന്ന ആ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് വന്ന അല്ലെ നിങ്ങൾക്ക് വരുത്തിയ മാറ്റം എന്താണ്? ഫസ്റ്റ് നമ്മൾ ആ ഒരു ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്തപ്പോൾ പലരും പറഞ്ഞായിരുന്നു പേടിയാണ്, എന്താ പറയുക, എങ്ങനെ പറയണം, എങ്ങനെ MCOM കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്കൊരു പേടി, ഭയം അല്ലെങ്കിൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നിപ്പം നമ്മുടെ ലാസ്റ്റ് ടൈം ടേബിൾ വരെ നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്ന് തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പം നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജേർണിയിലും വന്ന മാറ്റം എന്ത്? നിങ്ങളുടെ കോൺഫിഡൻസ്, മാം പറഞ്ഞ പോലെ കോൺഫിഡൻസ് ലെവൽ കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ? അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ പുതിയ പാത്ത് നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ ലേണിംഗ് ജേർണി നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഞങ്ങളുടെ ഈ ഒരു കഴിഞ്ഞ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയോ എന്നറിയാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. അപ്പൊ ഇതൊരു ഫീഡ്ബാക്ക് സെഷനും കൂടെയാണ്. നിങ്ങളുടെ ഈ ഒരു ഇത്രയും സെഷൻസ് അറ്റൻഡ് ചെയ്തതിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. കാരണം നമ്മൾ പല സെഷൻസ് കണ്ടക്ട് ചെയ്തിരുന്നു.
ഇംഗ്ലീഷിനെ ബേസ് ചെയ്തൊരു മലർ ത്രൂ ഇംഗ്ലീഷ് എന്നുള്ള സെഷൻ വെച്ചിരുന്നു. ഹാപ്പിനെസ് അംബാസിഡറിന്റെ സെഷൻ വെച്ചിരുന്നു. റോഡ് ടു സക്സസ്, എനിക്ക് തോന്നുന്നത് കൊമേഴ്സിലെ കുട്ടികൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയ ഒരു സെഷൻസ് ആയിരുന്നു റോഡ് ടു സക്സസ് എന്ന് പറയുന്നത്. ഇനി എംകോം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ എന്ത് എന്നുള്ള ചിന്തയിൽ നമുക്ക് എന്തെല്ലാം ഏരിയ ആണ്, നമുക്ക് എവിടേക്കാണ് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു സെഷൻസ് വെച്ച് പറഞ്ഞു തന്നിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ എഫക്ട് ചെയ്തു എന്നറിയാനാണോ? സോ നിങ്ങൾ വോളണ്ടറി വരുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾക്കും അതാണ് ഇഷ്ടം. ഫസ്റ്റ് ആരാണ് വരിക? ഓക്കെ, എന്നാലും ആയിഷയുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ഇന്നത്തെ ഒരു ഇത് വന്നപ്പോഴാണ് കുറച്ചും കൂടി ഇത് എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്. കാരണം ടൈം ടേബിൾ വരുന്ന വരെ എനിക്ക് ഭയങ്കര ഡൗട്ട് ആയിരുന്നു ഇതിപ്പോ എങ്ങനെ പഠിച്ചു തീർക്കുന്നൊക്കെ. അപ്പൊ ടൈം ടേബിൾ വന്നപ്പോ കുറച്ചുകൂടി ഒന്ന് മോട്ടിവേറ്റ് ആയി. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ആയിഷയ്ക്ക് സെഷൻസ്? എല്ലാ സെഷൻ ഒരെണ്ണം അറ്റൻഡ് ചെയ്തില്ല, ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്തല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ബാക്കിയെല്ലാം അറ്റൻഡ് ചെയ്തിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? കൗൺസിലിംഗ് സെക്ഷൻ ഒക്കെ അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെഷനിൽ നിന്നും ഇപ്പൊ നിൽക്കുമ്പോ എന്ത് തോന്നുന്നു? ഫസ്റ്റ് നമ്മളൊരു ഗെയിമിംഗ് സെഷൻ ഒക്കെ വെച്ചത് ഓർമ്മയില്ലേ, ആദ്യത്തേത്? ഓർമ്മയുണ്ട്. ഓക്കെ, അതെ അതെ. അതിൽ നിന്നും ഈ ഒരു ലാസ്റ്റ് സെഷനിൽ നിൽക്കുമ്പോ ഐഷയ്ക്ക് എന്താ തോന്നുന്നത്? കുറച്ചുകൂടിയും റിലാക്സ് ആയതിന് തോന്നുന്നുണ്ട്. ഫസ്റ്റ് ഭയങ്കര സ്ട്രെസ് ചെയ്തു, ഇതിപ്പോ എങ്ങനെ തീർക്കും, ജോലിക്ക് പോണതാണ്, അപ്പൊ അതിന്റെ ഇടയിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടി ഒന്ന് റിലാക്സ് ആയി, കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ പറ്റി. കൊള്ളാം. ഓക്കെ ഓക്കെ, താങ്ക് യു ഐഷ. താങ്ക് യു. ഞാൻ 98 ഡിഗ്രി പാസ്സായതാ. ഓക്കെ, അപ്പോ എനിക്ക് ടൈം ടേബിൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നുന്നു. ആദ്യം ജോയിൻ ചെയ്തെങ്കിലും എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഒരു. കാരണം ജോലിയും കാര്യങ്ങള് ജോലി കാര്യങ്ങള് മക്കള്, ഇതിന്റെ ഇടയ്ക്ക് ഇതെങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ടൈം ടേബിൾ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നുന്നുണ്ട്. പറ്റായിക്കൊന്നുമല്ല, ഇതിന്റെ അപ്പുറം സ്ട്രെസ്സുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. 20 വർഷം ഒന്നുമല്ല, അതിന് മുകളിൽ ഗ്യാപ്പ് എടുത്തിട്ടും പഠിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമുക്ക് പറ്റായിക്കൊന്നുമില്ല. നമ്മളാണ് സ്വയം, നമ്മൾക്ക് കോൺഫിഡൻസ്, നമ്മൾ സ്വയം ഇറങ്ങിയാൽ പിന്നെ വേറെ ആർക്കും നമ്മളെ തടുക്കാൻ ഒക്കത്തില്ല, നമ്മൾ ചെയ്യുമല്ലോ. എന്റെ മോൻ എന്നോട് കഴിഞ്ഞ ദിവസം ചോദിച്ചേ, ഈ അസൈൻമെന്റ്സ് എന്താ കഴിഞ്ഞൊരു അശ്വതിയുടെ മെസ്സേജ് ഉണ്ടായിരുന്നു, അസൈൻമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തവർ കൊടുക്കെന്നും പറഞ്ഞിട്ട്. അപ്പൊ എന്നോട് മോൻ ചോദിച്ചു, മോൻ +2 എക്സാമിന് തയ്യാറായി എടുക്കുവാണ്. അപ്പൊ അവനോട് ചോദിച്ചു, എന്താ ഈ അസൈൻമെന്റ്സ് ഒന്നും കംപ്ലീറ്റ് കൊടുക്കാത്ത എന്താന്ന് ചോദിച്ചു. ഓക്കെ, അസൈൻമെന്റ് ഒക്കെ ഒരു ഡെഡ് ലൈൻ ഉണ്ട്, മെന്റേഴ്സ് ഇത് പറയും. അപ്പൊ ആ ടൈമിനുള്ളിൽ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്ത് തരും. തീർച്ചയായിട്ടും. ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു പ്രിൻസ്. നമ്മൾക്കെന്നാല് ബെസ്റ്റ് പെർഫോമറെ കാണിച്ചാലോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇത്രയും നമ്മളിപ്പം ഓറിയന്റേഷൻ സെഷൻസ്, ഓരോ സെഷൻസ് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മെന്റേഴ്സ് നമുക്ക് ഓരോ ടാസ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൽ നമ്മളെല്ലാം നമ്മുടെ മെന്റേഴ്സിന് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ബെസ്റ്റ് പെർഫോമേഴ്സ് ആയിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളവരെയാണ് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ മറ്റുള്ളവർ ബെസ്റ്റ് അല്ല എന്നല്ല പറഞ്ഞത്, എല്ലാവരും അയച്ചു കൊടുത്തതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ട്, അല്ലെ മിസ്സേ, നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് എല്ലാവരെയും ഒന്ന് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ബെസ്റ്റ് ഒന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങൾ എടുത്ത എഫേർട്ട്, നിങ്ങൾക്ക് ജോലി ഉള്ളവരാണ്, വീട് കുടുംബം എല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനാണെങ്കിലും നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് ഇതെല്ലാം ചെയ്യാൻ, നമ്മളുടെ ടാസ്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ മീറ്റിംഗ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും മീറ്റിംഗ്സിലൊക്കെ നല്ല രീതിക്ക് പെർഫോം ചെയ്യാനും ഒക്കെ എല്ലാവരും സമയം കണ്ടെത്തി. അപ്പം അതിനെല്ലാം ഇനി അങ്ങോട്ടുള്ള ഇതുപോലെ നമുക്ക് ഓരോരോ പ്രോഗ്രാംസ് വരുമ്പോഴത്തേക്കിനാണെങ്കിലും നിങ്ങളുടെ ആ പാർട്ടിസിപ്പേഷൻ മുമ്പോട്ട് കൂടുതലായിട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമുക്ക് ഇപ്പം മറ്റൊരാൾ ബെസ്റ്റ് പെർഫോമർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാളെ എനിക്കത് ആകണം എന്നുള്ളൊരു വാശിയോടുകൂടി നമ്മൾ ഓരോ കാര്യങ്ങളും പെർഫോം ചെയ്യുക. അപ്പം നമുക്ക് നോക്കിയാലോ നമ്മുടെ ഈ ഒരു ഓറിയന്റേഷൻ സെഷന്റെ ബെസ്റ്റ് പെർഫോമേഴ്സ് ആരൊക്കെയാണെന്ന്. ഓക്കെ, നമ്മളുടെ എംകോം ജാൻ 24 ബാച്ചിന്റെ ഓറിയന്റേഷൻ സെഷന്റെ ബെസ്റ്റ് പെർഫോമർ എന്ന് പറയുന്നത് കീർത്തനയും അഞ്ജലിയാണ്. ഇവർ രണ്ടുപേരും ഉണ്ടോ ഈ സെഷനകത്ത്? ഓക്കെ, നിങ്ങളുടെ ബാച്ച്മേറ്റ്സുകളല്ല. ആയിഷ, എന്ത് തോന്നുന്നു കീർത്തന, ബെസ്റ്റ് പെർഫോമർ ആണല്ലോ? ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ വിചാരിച്ചില്ല എന്റെ പേരുണ്ടാവും. ഓക്കെ, കീർത്തന ഓർമ്മയുണ്ട്. കീർത്തന ഫസ്റ്റ് സെഷനകത്തൊക്കെ നല്ല ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളല്ലേ, നമ്മളുടെ പാട്ടിനകത്തും ഒക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു കീർത്തന നമ്മളുടെ ഈ ഒരു ഗിഫ്റ്റ് ഇല്ലേന്നോ? ഗിഫ്റ്റ് അല്ലേ ഈ കാണുന്ന, ബെസ്റ്റ് പെർഫോമറെ തന്നെ നമ്മൾ എടുത്തില്ലേ, അതന്നെല്ലയോ?
ഗിഫ്റ്റുള്ള സെഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ കരിക്കുലം ബേസ് ചെയ്ത് നമ്മൾ നടത്തുന്നതായതുകൊണ്ടാണ്. അല്ലാതെ ഗിഫ്റ്റിന്റെ സെഷൻസ് ഒക്കെ നമുക്ക് വേറെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം കിട്ടും. ഓക്കെ, പറഞ്ഞാട്ടെ, എങ്ങനെയുണ്ടായിരുന്നു കീർത്തന എനിക്ക് ഓറിയന്റേഷൻ? വന്ന ജസ്റ്റ് അഡ്മിഷൻ എടുത്ത സമയത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നേ, എങ്ങനെയാണ് എന്താ ഒന്നും അറിയില്ലല്ലോ. പിന്നെ കുറെ ഇഗ്നോന്റെ ആ ക്ലാസ്, ഓറിയന്റേഷൻ ക്ലാസ് ഇപ്പൊ കുറച്ചുകൂടി ഇഗ്നോ എന്താ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാപ്പിനെസ് അംബാസിഡർ അതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ടൈം ടേബിൾ വന്നപ്പം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, തുടങ്ങുമോ? ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പോവോ? അതോ ഓക്കെ, വൺസ് ടൈം ടേബിൾ അനുസരിച്ച് പോകുമ്പോൾ നിങ്ങൾ മെന്റേഴ്സിനെ ഒന്ന് അപ്ഡേറ്റ് കൂടെ ചെയ്യുക. നിങ്ങൾ ഓരോ ദിവസം പഠിച്ച കാര്യങ്ങൾ മെന്റേഴ്സിനെ അപ്ഡേറ്റ് ചെയ്യുക. ചോദിക്കും, എന്നാലും നിങ്ങളും ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, ഫുള്ളി കോൺഫിഡന്റ് ആണല്ലേ? ഓക്കെ, നമ്മുടെ സെഷനിൽ ഏതായിരുന്നു കീർത്തനയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ ഏതായിരുന്നു? ഹാപ്പിനെസ് അംബാസിഡറും പിന്നെ മറ്റേ ഫസ്റ്റ് സെക്ഷനിലെ ഗെയിമൊക്കെ കളിച്ച അത് കണ്ടു. എന്താ രണ്ട് വളരെയധികം ഇന്ററാക്റ്റീവ് സെഷൻസ് ആയതുകൊണ്ടാണ് അത് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, താങ്ക് യു. അടുത്തത് ആരാണ്? മാം അഞ്ജലി ഉണ്ട്, നമ്മുടെ ബെസ്റ്റ് പെർഫോമേഴ്സിൽ കീർത്തനയുടെ കൂടെ അഞ്ജലി ഉണ്ടല്ലോ. അപ്പം അഞ്ജലി ഉണ്ടോ സെഷനിൽ? അഞ്ജലി ഉണ്ടെന്ന് തോന്നുന്നു. അഞ്ജലി ഉണ്ട് ഉണ്ട് Yes, അഞ്ജലി. ma'am. ഓക്കെ, അഞ്ജലി എന്താണ് പറയാനുള്ളത്? ബെസ്റ്റ് പെർഫോമേഴ്സിൽ ഒരാളായില്ലേ? ഭയങ്കര സന്തോഷമായി, വിശ്വസിക്കാൻ പറ്റണ്ടായിരുന്നില്ല. എന്നുവെച്ചാൽ എല്ലാ ടാസ്കും ഒന്നും ചെയ്തിട്ടില്ല, ഇനി ഉണ്ടെന്ന് തോന്നണു. അപ്പോ ഞാനാവില്ല വിചാരിച്ചു. ഓക്കെ, നേരത്തെ എപ്പോഴെങ്കിലും ഇതുപോലെ പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ സ്കൂളിലോ കോളേജിലൊക്കെ വെച്ചിട്ട്? കോളേജിൽ ഇപ്പോ ബികോം കഴിഞ്ഞിട്ട് 8 years ആയി. അപ്പോ മുന്നേ പഠിക്കുന്ന സമയത്തൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? ഇത് നമുക്ക് പുതിയ കാര്യമൊന്നും അല്ല. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു അഞ്ജലിയൊക്കെ നമ്മുടെ ഓറിയന്റേഷൻ സെഷൻസ് ഒക്കെ? ഞാൻ എല്ലാം അറ്റൻഡ് ചെയ്തിട്ടില്ല. കുറച്ച് വീട്ടിലെ ഹൗസ് വാമിങ് അങ്ങനെ കുറെ ഇതൊക്കെ ആയിട്ട് ഒന്നും അങ്ങനെ. ഇപ്പൊ യൂട്യൂബിൽ ഇടയ്ക്ക് ഓരോന്നായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒന്നോ രണ്ടെണ്ണം ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ ഏതായിരുന്നു അഞ്ജലിക്ക് സ്വയം? എനിക്ക് ആ ഇംഗ്ലീഷിന്റെ ഉണ്ടായിരുന്നില്ലേ, അത് ഭയങ്കരമായിട്ട് നമ്മള് എന്തായിരുന്നു, മഡിൽ ത്രൂ ഇംഗ്ലീഷ്. അതെ, അതാണ് ഞാന് കൊറേ നേരം ഇരുന്ന് കണ്ടൊരെണ്ണം. അപ്പൊ അത് ഭയങ്കര ഇഷ്ടായി. ഓക്കെ, അതില് മാഡം പറഞ്ഞ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയായിരുന്നു ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്? അത് നോക്കിയിട്ടില്ല. അത് നോക്കിയിട്ടില്ല. അത് നോക്കിയിട്ടില്ല. ഓക്കെ, സെഷൻസ് അറ്റൻഡ് ചെയ്തിട്ട് എന്ത് തോന്നി? നമുക്ക് ലാംഗ്വേജ് ചൂടൊക്കെ ഇംപ്രൂവ് ചെയ്യണം എന്നൊക്കെ തോന്നിയോ? കൊറേ കാര്യങ്ങള് മാം പറഞ്ഞപ്പോഴാണ് അങ്ങനെ എന്താ പറയാ, ഇംഗ്ലീഷ് അറിയാമെങ്കിലും കുറെ കാര്യം മാം പറയുമ്പോഴാണ് മനസ്സിലാവുണ്ടായിരുന്നു. അങ്ങനെ തോന്നുന്നു. ഓക്കെ, പിന്നെ ലേൺ ബേസിൽ ചേർന്നിട്ട് എന്ത് തോന്നുന്നു? ലേൺ വൈസ് എനിക്ക് ആദ്യം ഇത് എന്നെ കൊണ്ട് പറ്റുമോന്ന് ഭയങ്കര ഡൗട്ട് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്താ വെച്ചാൽ ഇപ്പൊ 8 വർഷമായല്ലോ, അപ്പൊ ടച്ചൊക്കെ പോയിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു. അപ്പൊ പറ്റില്ല, പകുതി എത്തിയപ്പോ വേണ്ടാന്നൊക്കെ വെക്കാൻ വേണ്ടിട്ട് വരെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന്ന് ഇങ്ങനെ നോട്ട്സ് ഒക്കെ എടുത്തിട്ട്, എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ നിന്ന് പഠിക്കണം. എനിക്ക് റഫായിട്ട് എന്റെ ഒരു ഇതിൽ എഴുതിയിട്ട് അത് പഠിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ അതില് വാല്യൂ ആഡഡ് നോട്ട്സ് ഉണ്ടല്ലോ, അപ്പൊ അതൊക്കെ അങ്ങനെ തന്നെ എടുത്തിട്ട് നോട്ട്സിലായിട്ട് എഴുതി പഠിച്ചിട്ട് ഇപ്പോ ഓർഗനൈസേഷനും തിയറി ആൻഡ് ബിഹേവിയറിലെ ബ്ലോക്ക് 1 ഏകദേശം കഴിഞ്ഞു. ഇനി ഇപ്പൊ ടൈം ടേബിൾ വന്നു ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ നേരം വൈകി 8:30 വിചാരിച്ചിട്ട് ഇരുന്നു. അപ്പോ നോക്കിയപ്പോ 8 മണിക്കായിരുന്നു. അപ്പൊ അത് കാരണം കണ്ടില്ല. ഇപ്പൊ അശ്വതി മാം അയച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നോക്കണം. എല്ലാവരും ടൈം ടേബിൾ വന്നപ്പോ നല്ലതായിട്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ടപ്പോ ഒരു കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഓക്കെ, അപ്പൊ കോൺഫിഡൻസ് ലെവൽ കൂടി ഇല്ലേ? നമുക്ക് കംപ്ലീറ്റ് ചെയ്യും ഇല്ല? ഇനിയിപ്പോ അംഗത്തിന് ഇറങ്ങുമല്ലേ? പിന്നെ എപ്പോഴും ഒരു പഠിത്തത്തെ കാര്യത്തിലൊക്കെ മത്സരം ഏറ്റവും നല്ലതാണ്. ബാച്ച്മേറ്റ്സ് എന്നല്ല, നമ്മൾക്ക് ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ പോവാം. അല്ലെങ്കിൽ ഒരു പടി മുകളിലോട്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ വിചാരിച്ച സക്സസ് ഒക്കെ നേടാൻ പറ്റട്ടെ കേട്ടോ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, നാസർ എങ്ങനെ ഉണ്ടായിരുന്നു ലേൺ വൈസിലെ ഒരു ഓറിയന്റേഷൻ സെഷനും നമ്മുടെ ഈ ഒരു ജേർണി?
ഞാൻ റീസെന്റ് ജോയിൻ ചെയ്ത് ഇപ്പൊ 2 വീക്സ് ആയിട്ടുള്ളൂ. കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആ 2 വീക്സ് ആയിട്ടുള്ളൂ ഞാൻ ജോയിൻ ചെയ്തിട്ട്. അതിലപ്പോ എല്ലാ സെഷനും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ. ഓക്കെ അറ്റൻഡ് ചെയ്ത ഓറിയന്റേഷൻ പ്രോഗ്രാംസ് അതുപോലെ ഹാപ്പിനെസിന്റെയും കുറച്ച് ഒരു ചെറിയ ഭാഗം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്നിരുന്നാലും ഞാൻ ഒരുപാട് ഗ്യാപ്പ് ഉണ്ട്. എൻ്റെ 98 കഴിഞ്ഞത് എൻ്റെ ഡിഗ്രി. അപ്പൊ ഞാൻ PG ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുന്നില്ല, നമ്മൾ പഠിച്ചെടുക്കും, നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. കാരണം തീർച്ചയായിട്ടും അതിനുവേണ്ടി അത് തന്നെയാണ് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തതും പിന്നെ മെന്റർഷിപ്പ് എല്ലാം അതുകൊണ്ടാണ്. ഇൻഷാല്ലാ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് നമുക്കൊരു ഇത്രയും നാളും നമ്മളുടെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നടന്നില്ലേ, അപ്പൊ അതിനെ ബേസ് ചെയ്ത് നമുക്കൊരു മാഷപ്പ് വീഡിയോ, മീൻസ് നമ്മൾ ജസ്റ്റ് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഇതുവരെ നടന്ന എല്ലാ സെഷൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ, ചെറിയൊരു ക്ലിപ്പ് വീഡിയോ ആണ്. ജസ്റ്റ് ഞാൻ ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പം അതിൽ പലർക്കും പലരുടെയും മുഖങ്ങൾക്ക് കാണാൻ പറ്റും. ചിലർ വിചാരിക്കും അന്ന് ഞാൻ അങ്ങനെയായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ സെഷനത്ത് ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഇതിലൊക്കെ ഇങ്ങനെയാണോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ പലരുടെയും മുഖങ്ങൾ ഇല്ല. എന്നാലും നമുക്കൊന്ന് കഴിഞ്ഞ കുറച്ച് സെഷൻസിന്റെ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കാം, ഇല്ലേ? ചെയ്യാൻ അതെ അതെ അതെ. ഓക്കെ, പലരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ സെഷനകത്ത് പലരും ഇല്ലല്ലേ? നമ്മൾ ഫസ്റ്റ് സെഷനകത്ത് അത്യാവശ്യം സ്റ്റുഡൻസ് എല്ലാവരും ഉണ്ടായിരുന്നു. കൊള്ളാം ആയിഷ. ഓക്കെ, താങ്ക് യു. അന്നുണ്ടായിരുന്ന പല മുഖങ്ങളും ഇന്നില്ല. അതെ, ഇത്രയും ദിവസത്തെ ഓറിയന്റേഷൻ സെഷനൊക്കെ നമുക്ക് ഒന്നും കൂടെ ഒരു 10 സെക്കൻഡിൽ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് തന്നെ ഒരു സന്തോഷം. ഒരുപാട് ആൾക്കാർ നമുക്ക് കഴിഞ്ഞു പോയ മീറ്റിംഗ്സ് ഒക്കെ നമുക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയെന്നുള്ളത് നമുക്ക് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഇവരോട് സംസാരിച്ചതും ഇപ്പോഴത്തെ സെഷനിൽ ഇവരോട് സംസാരിച്ചതും തമ്മിലുള്ള ഒരു വ്യത്യാസം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ഓരോ സെഷൻസും അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും ഓരോ സെഷൻസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ട് അവർ കണ്ടിട്ടുണ്ടെന്നുള്ളതും ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും എല്ലാവരെയും അതിന് ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് എല്ലാവർക്കും. ഓരോ കാര്യങ്ങൾ ഇപ്പം പലരും പറയുന്നിട്ട് ഗ്യാപ്പിന്റെ കാര്യം പറഞ്ഞു അല്ലെ. ഇപ്പം പല പല കാര്യങ്ങളൊക്കെ കാരണമായിരിക്കാം നമുക്കിങ്ങനെ ഗ്യാപ്പ് ഒക്കെ വന്നത്. പക്ഷെ നമുക്ക് വരുന്ന പ്രശ്നങ്ങളെ അതിജീവിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ മാക്സിമം നമ്മളെ ആ ഒരു ഗ്യാപ്പിന്റെ കാര്യത്തിലെ കുറിച്ചുള്ള ചിന്തകളെല്ലാം അങ്ങ് മാറ്റുക. നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് എടുത്തത് തന്നെ. അപ്പം ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം നമ്മുടെ എഫേർട്സ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇടുക. നമ്മുടെ പ്രയോറിറ്റീസ് എത്രയും പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു ബാരിയർ ആയിട്ട് നമ്മുടെ ഈ ഒരു ഗ്യാപ്പ് എന്നുള്ള സംഭവം നമ്മൾ ഒരിക്കലും മുമ്പോട്ട് വെക്കരുത്. അതിനെ അങ്ങ് പിന്നോട്ട് വലിച്ചേക്കുക. നമുക്ക് ആ ഗ്യാപ്പിന്റെ ആവശ്യമില്ല ഇവിടെ. മാക്സിമം നമ്മളിപ്പോഴും ആ ഒരു ചെറുപ്പക്കാരായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുക. നമ്മുടെ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് കൂടുതൽ നമ്മൾ നോളജ് അക്വയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടായിരിക്കും. നമ്മുടെ ലൈഫിൽ ഓരോ ദിവസങ്ങളും മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ആ ഗ്യാപ്പ് എന്നുള്ള ചിന്ത എല്ലാവരും മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് എഫേർട്ട് എടുക്കാവുന്നതിന്റെ മാക്സിമം എഫേർട്സ് എടുത്തിട്ട് നമ്മൾ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മളും തരുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് തരുന്ന റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് തരുന്ന
ഓരോ കാര്യങ്ങളും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. യൂട്ടിലൈസ് ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു റിസൾട്ട് എടുക്കുക. ഓക്കെ. ഓക്കെ, അപ്പം നല്ലൊരു ചുവടുവെപ്പാണ്. നാളെ തൊട്ട് നമ്മള് പുതിയൊരു ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ ഗ്യാപ്പ് എന്നുള്ളതല്ല, നമുക്ക് എന്തെങ്കിലും നമുക്ക് പോരായ്മകളുണ്ടോ നമ്മൾ ചിന്തിക്കുകയേ വേണ്ട. എല്ലാവരെയും പോലെ തന്നെയാണ് നമ്മളും എന്ന് ചിന്തിക്കാം. ആസ് എ സ്റ്റുഡന്റ് എന്ന രീതിയിൽ തന്നെ കാണും. ഏറ്റവും നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആസ് എ സ്റ്റുഡന്റ് ആയിട്ട് ചിന്തിക്കാം. ഇപ്പൊ നമ്മൾ തന്നെ നോക്കാറുണ്ട്, സ്റ്റുഡന്റ് ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു, ആ സമയത്ത് എന്ത് രസമായിരുന്നു, ഒന്നും അറിയണ്ട, ഒന്നും ചിന്തിക്കണ്ട, പഠിച്ചാൽ മാത്രം മതി, നേരെ ചൊവ്വേ അന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് വരെ ചിന്തിച്ചു പോകും. അതേ രീതി തന്നെയാണ് നിങ്ങളിപ്പോ എംകോം സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മൾ ശരിയാണ്, നമ്മുടെ ലൈഫിൽ നമ്മൾ പല റോള് പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ അതങ്ങ് മാറ്റി വെക്കുക. ആസ് എ സ്റ്റുഡന്റ് എന്ന രീതിയിൽ തന്നെ ചിന്തിച്ച് മുമ്പോട്ട് പോകുക. എല്ലാവരെയും പോലെ തന്നെയാണ് നമുക്ക് ഇപ്പം ഇയർ ഗ്യാപ്പും കാര്യങ്ങളും അതില്ലാത്തവരായിട്ട് ആരുമില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ ലേൺ ബേസിൽ വളരെ ചുരുക്കം കുറച്ച് പേരെ ഉള്ളൂ ഇയർ ഗ്യാപ്പ് ഇല്ല എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും തന്നെ എന്താണ് ഇയർ ഗ്യാപ്പ് ഉണ്ട്. അതിപ്പോ നമുക്ക് ചില അന്വേഷിച്ച് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളായിരിക്കാം. അതുകൊണ്ടാണ് നമുക്കൊന്ന് ഒന്ന് അല്ലെങ്കിൽ ഇന്നിപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ടൈം ടു ടൈം പറഞ്ഞു തരാനും നിങ്ങളെ അഡ്വൈസ് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ഇൻഡിവിജ്വൽ മെന്റർ ഉണ്ട്. അപ്പം മെന്റർ അല്ലെങ്കിൽ മാമിനെ കണക്ട് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യുക. നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളും പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും നിങ്ങൾക്ക് ഏത് രീതിയിൽ സപ്പോർട്ട് തരാനും ഞങ്ങൾ റെഡിയാണ്. അപ്പൊ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ആഗ്രഹിച്ച, നിങ്ങൾക്ക് എത്തിപ്പെടാൻ നിങ്ങൾ ആഗ്രഹിച്ച ഏരിയ എന്താണോ അവിടെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സർവേശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സെഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാം. നാളെ തൊട്ട് നമ്മൾ നമ്മളുടെ കരിയർ അല്ലെങ്കിൽ ലേണിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എംകോം ആണ്. കൊച്ചുകുട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു. അത്യാവശ്യം നമുക്ക് പഠിക്കാനുണ്ട്. 4 സബ്ജക്റ്റേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് എംകോം കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു ഓൾ ഫോർ യുവർ വാല്യുബിൾ പാർട്ടിസിപ്പേഷൻ.